ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നത് വിന്നി ടീം എന്ന് പറയുന്ന ഒരു മഹത്തരമായുള്ള ഓർഗനൈസേഷനാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസും മെൻറ്റർഷിപ്പൊക്കെ നൽകുന്ന ഒരു വണ്ടർഫുള്ളായുള്ള ഓർഗനൈസേഷനാണ് വിന്നി ടീം. വിന്നി ടീം നൽകുന്ന ഈ ഒരു അവസരത്തിൻ്റെ ഈ മഹത്തരമായുള്ള അവസരത്തിൻ്റെ പേരാണ് CEO കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും ജനനം മുതൽ മരണം വരെ കൺസ്യൂമേഴ്സാണ്. പക്ഷേ ഒരു കൺസ്യൂമർ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതോ ബിസിനസ് ചെയ്യുന്നതോ എല്ലാം തന്നെ പണം സമ്പാദിക്കാനാണ്. ആ പണം നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഏൺ ചെയ്യുന്ന പണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷറി ഹോം വേണമെന്ന് ഏവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ലക്ഷറി ഹോം താല്പര്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, നമ്മൾ സ്വപ്നം കാണുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പോക്കറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വീടായിരിക്കും. അതുപോലെ തന്നെ ഒരു ലക്ഷറി കാറ് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ നമ്മൾ വാങ്ങുന്ന കാറ് നമ്മുടെ പോക്കറ്റിനനുസരിച്ചുള്ളൊരു കാറായിരിക്കും. അതുപോലെ തന്നെ വേൾഡ് ട്രിപ്പുകൾ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ വിദേശ യാത്രകളെല്ലാം സ്വപ്നമായിട്ട് അവശേഷിക്കാറാണ് പതിവ്. അഥവാ പോയാൽ തന്നെ നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ യാത്ര പോകുന്നുണ്ടാവുക. കൂടാതെ ടൈം ഫ്രീഡം, നമ്മൾ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ നിരവധി സമയം ലഭിക്കുക എന്നുള്ളത്, അതും നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് അതൊരു സ്വപ്നം മാത്രമായിട്ട് ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. കൂടാതെ ജ്വല്ലറികൾ, ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിരവധി ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല. പലപ്പോഴും നമ്മൾ ജ്വല്ലറികൾ സമീപിക്കുന്നത് ചെറിയ എന്തെങ്കിലും വാങ്ങാൻ അല്ലെങ്കിൽ വാങ്ങി വെച്ചത് വിൽക്കാനോ ആണ്. പലപ്പോഴും നമുക്കൊരു ഒരു സ്വപ്നം നമുക്ക് നിറവേറ്റാൻ നമുക്ക് സാധിക്കാറില്ല. ഈ സ്വപ്നങ്ങളൊക്കെ തന്നെ നിറവേറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ആണ്. നമുക്കറിയാം, ജോലി ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് നിറവേറ്റി പോവുക. നമ്മുടെ ഡെയിലി നീഡ്സ് മാത്രമാണ് ജോലിയുടെ നിറവേറ്റാൻ സാധിക്കുക. അപ്പോൾ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബിസിനസ് ആവശ്യമാണ്. കാരണം ബിസിനസ്സുകാർക്കാണ് ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈൽ ഉള്ളത്, ഒരു ജോലിക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഖ്യമാണ്. കാരണം ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസ്ക് കൂടും. റിസ്ക് കൂടാനുള്ള കാരണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഒന്നുകിൽ നമ്മൾ ലോൺ എടുത്തതോ അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് നമ്മൾ സമ്പാദിച്ചു വെച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചതോ ആവാം. ഇനി അഥവാ നമ്മൾ റിസ്ക് എടുത്ത് ആ ബിസിനസ് നമ്മൾ വിജയിപ്പിച്ചാലോ, അവിടെയും നമ്മൾ രക്ഷപ്പെടുന്നില്ല. കാരണം ഒരു ബിസിനസ് വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് കോമ്പറ്റീഷൻ വരും. കാരണം ഒരു ബിസിനസ് വിജയിക്കുന്ന സമയത്ത് അതേ മാർക്കറ്റിൽ അതുപോലത്തെ ബിസിനസ്സുകൾ വീണ്ടും വരും. അപ്പോൾ നമ്മളൊരു ബിസിനസ് നമ്മൾ റിസ്ക് എടുത്ത് വിജയിപ്പിച്ചു, അതുപോലത്തെ ബിസിനസ് അവിടെ വേറെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ കോമ്പറ്റീഷൻ വരും. ആ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് BP ഷുഗർ വരും. ഏറ്റവും കൂടുതൽ BP ഷുഗർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സുകാരാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? BP ഷുഗർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണോ? തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ലഭിച്ചത് BP ഷുഗറാണ്. ഇവിടെയാണ് വിന്നി ടീം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഈ വണ്ടർഫുള്ളായുള്ള ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത. CEO. എന്താണ് CEOൻ്റെ അഡ്വാൻറ്റേജസ്? ഇവിടെ നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമ്മളൊരു കൺസ്യൂമറായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർക്ക് എവിടെയും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൺസ്യൂമർക്ക് റിസ്ക്കുമില്ല. ഒരു കൺസ്യൂമേഴ്സ് തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് BP ഷുഗറും വരുന്നുമില്ല. കൂടാതെ ഒരു കൺസ്യൂമർ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വിജയിക്കണം. ഇപ്പോൾ ഒരു ദിവസം 2 മുതൽ 3 മണിക്കൂർ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് മിനിമം ഒരു 1 ലാഖിൻ്റെ മേലെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുള്ളായുള്ള ഓപ്പർച്യൂണിറ്റിയാണ് CEO.
അതിനു വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിന്നിൻ ടീമിൻ്റെ ഒരു സപ്പോർട്ടിങ് ടീം തന്നെ നമ്മളെ കൂടെ ഉണ്ടാവും. അവരായിരിക്കും നമുക്ക് എല്ലാ ഗൈഡൻസും നമുക്ക് സപ്പോർട്ടും തരുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ 2 മുതൽ 3 മണിക്കൂർ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് നമുക്കിവിടെ ഒന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഇത്രയും കാലം ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ആ ഷോപ്പ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ് പിന്നീട് നമുക്ക് തരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഇത്രയും വരുമാനം അല്ലെങ്കിൽ ഇത്രയും പണം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത്രയും കാലം നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തൊട്ടടുത്തുള്ള കടയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ആണ്. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. പക്ഷേ നമ്മൾ MRP കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നം ഒരിക്കലും നിർമ്മിച്ചത് ആ കടക്കാരനല്ല. നമ്മൾ ആ റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. പക്ഷേ ഈ കടക്കാരനാണോ ഈ ഉൽപ്പന്നം നിർമ്മിച്ചത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷാമ്പു അല്ലെങ്കിൽ സോപ്പ്, നമ്മളിപ്പോൾ ഷാമ്പു ആണ് വാങ്ങിയതെങ്കിൽ ആ ഷാമ്പു നിർമ്മിച്ചത് ഈ കടക്കാരനാണോ? അല്ല. ആ കടക്കാരന് ആ ഒരു ഷാമ്പു കൊടുത്തത് ഒരു ഹോൾസെയിലറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോൾസെയിലറാണോ ഈ ഷാമ്പു നിർമ്മിച്ചത്? അതുമല്ല. ആ ഹോൾസെയിലർക്ക് ഷാമ്പു കൊടുത്തത് ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ആ ഡിസ്ട്രിബ്യൂട്ടറാണോ ആ ഷാമ്പു നിർമ്മിച്ചത്? അല്ല. അദ്ദേഹത്തിന് ആ ഷാമ്പു കൊടുത്തത് ഒരു C&F ഏജൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ C&F ഏജൻറ്റാണോ ആ ഷാമ്പു നിർമ്മിച്ചത്? അതുമല്ല. ആ C&F ഏജൻറ്റിന് ഒരു മാനുഫാക്ചറാണ് ആ ഷാമ്പു കൊടുത്തത്, ഈ ഒരു കമ്പനി. അപ്പോൾ കമ്പനിയാണ് ആ ഷാമ്പു നിർമ്മിച്ചത്. ആ കമ്പനി നിർമ്മിച്ച ഷാമ്പു ആണ് ഈ കടക്കാരൻ്റെ കയ്യിലെത്തിയത്. അത് എങ്ങനെയാണ് എത്തിയത്? ഇപ്പോൾ ഒരു കമ്പനി ആ ഷാമ്പു നിർമ്മിക്കാൻ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ ഷാമ്പു നിർമ്മിക്കാനായിട്ട് കമ്പനിക്ക് വന്ന ലാഭവും ചിലവും അതിന് വന്നത് ആകെ 40 രൂപയാണ്, അതായത് 40%. പക്ഷേ നമ്മളെ കൈകളിലെത്തിയപ്പോൾ അത് നമ്മൾ 100% അല്ലെങ്കിൽ 100 രൂപ നമ്മളതിന് കൊടുത്തു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ കയ്യിലെത്തിയ ഉൽപ്പന്നം ഇടനിലക്കാരും പരസ്യക്കാരും വഴിയാണ് വരുന്നത്. കാരണം നമ്മളൊരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് നമ്മൾ പരസ്യം വഴിയാണെന്ന് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു പരസ്യമാണ് ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞത്. സച്ചിൻ ടെണ്ടുൽക്കർ അത് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, സച്ചിൻ ഒരിക്കലും ബൂസ്റ്റ് കുടിച്ചിട്ടുള്ള എനർജിയിലല്ല അത് പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് വീഴുന്ന പൈസയായിരുന്നു അദ്ദേഹത്തിൻ്റെ എനർജി. അപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം 100 രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ 60 രൂപ പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യത്തിനും വേണ്ടിയിട്ടാണ്. ഇവിടെ കസ്റ്റമർ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ ഇമ്പോർട്ടൻ്റ് ആണ്, കസ്റ്റമർ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതൊരു കമ്പനിക്ക് നിലനിൽക്കണമെങ്കിലും കസ്റ്റമർ കൂടിയേ തീരും. കമ്പനി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കമ്പനിയും പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും കസ്റ്റമർക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി നിർമ്മിക്കണം. അപ്പോൾ കമ്പനി പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ കസ്റ്റമറും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ഇടനിലക്കാരും പരസ്യക്കാരും പ്രധാനപ്പെട്ടതാണോ? അല്ല, അവരൊട്ടും പ്രധാനപ്പെട്ടല്ല. പക്ഷേ ഇതിൽ ഭൂരിഭാഗം പൈസ, അതായത് ഇത് ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങി നമ്മളൊരു കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് അതിൽ 60% പോകുന്നത് ഈ ഇടനിലക്കാർക്കും പരസ്യത്തിനാണ്. അതായത് ഒട്ടും പ്രാധാന്യം അർഹിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് ഈ നമ്മളെ കയ്യിൽ നിന്ന് ഈ പണം കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് വിന്നിൻ്റെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഈ സിഇഒയുടെ പ്രസക്തി. കാരണം ഇവിടെയും വിന്നിൻ്റെയും ഒരു ബ്രാൻഡിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ബ്രാൻഡിൻ്റെ പേര് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. വെസ്റ്റീജ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരും പരസ്യക്കാരും ഇവിടെ ഇല്ല. വെസ്റ്റീജിന് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് 40% അല്ലെങ്കിൽ 40 രൂപ, നമ്മൾ 100 രൂപ കൊടുത്ത് MRPക്ക് വാങ്ങുന്ന ഉൽപ്പന്നത്തിന് 40 രൂപയാണ് വെസ്റ്റീജിന് വരുന്നത്. പക്ഷേ ബാക്കി വരുന്ന ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന 60% തുക അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരാണ്. അപ്പോൾ അവിടെ 1,000 കോടിയുടെ, ഇപ്പോൾ സാധാരണ രീതിയിൽ 1,000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ 60% 600 കോടി പോയത് ഇടനിലക്കാർക്കും പരസ്യത്തിനുമാണെങ്കിൽ ഇവിടെ വെസ്റ്റീജ് 1,000 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 600 കോടി സാധാരണക്കാരുള്ള ജനങ്ങളിലേക്കാണ് എത്തുന്നത്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. വെസ്റ്റീജ് എന്ന ഈ മഹത്തരമായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2004 ആകെ 2 ഓഫീസും ആകെ 10 പ്രൊഡക്റ്റുകളും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. പക്ഷേ ഇന്ന് 5000-ലധികം ഓഫീസുകളും 350 ഓൺ പ്രൊഡക്റ്റുകളും 5 കോടിക്ക് മുകളിൽ വിതരണക്കാരുമുള്ള ഒരു വലിയ ബ്രാൻഡായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. നിരവധി അവാർഡുകളാണ് ഇതിനിടയിൽ ഈ ഒരു കമ്പനി വാരിക്കൂട്ടിയത്. ഇപ്പോൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ വേൾഡിൽ 38ാം സ്ഥാനത്ത് വരെ എത്തിയിട്ടുള്ളൊരു ബ്രാൻഡാണ്. കൂടാതെ ഇന്ത്യയിലെ
മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഷോപ്പൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന നമ്മൾ സോപ്പാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും അതുപോലെ ബ്രഷ് ആണെങ്കിലും ചായ ആണെങ്കിലും ഇപ്പോൾ കുക്കിംഗ് ഓയിലാണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഹെയർ ഓയിലാണെങ്കിലും ഇപ്പോൾ ടാൽക്കം പൗഡേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ ആവാം, അതുപോലെ നമ്മൾ ഫ്ലോർ ക്ലീനർ ആവാം, അതുപോലെ തന്നെ നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡർ ആവാം, ഹാൻഡ് വാഷ് ആവാം. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ ബ്രാൻഡിലുണ്ട്. കൂടാതെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ചുമ ഇത്തരത്തിലുള്ള കഫക്കെട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള പഞ്ച് തുളസി, അതുപോലെ തന്നെ നമ്മൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇത്തരത്തിലുള്ള പല ഉൽപ്പന്നങ്ങളും ഇതിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ചേഞ്ച് യുവർ ഷോപ്പ് ടു വെസ്റ്റീജ്. നമ്മൾ പർച്ചേസ് വെസ്റ്റീജിലേക്ക് മാറ്റുക, നമ്മൾ ഈ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അതിലൂടെ നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്നു. എന്താണ് ഇത്രയും കാലം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോപ്പും വെസ്റ്റീജും തമ്മിലുള്ള വ്യത്യാസം? കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് വെസ്റ്റീജിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് 10 മുതൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരു ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കാറില്ല. അതുകൂടാതെ ഇവിടെ 5 മുതൽ 16% ക്യാഷ് ബാക്കും ലഭിക്കുന്നുണ്ട്. നമ്മളെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷായിട്ട് വരുന്നുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ സാധാരണ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കൊന്നും തന്നെ ക്യാഷ് ബാക്കായിട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൂടാതെ സ്ഥിരമായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു സമ്മാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപഹാരമായിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരു 3000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ 4 മാസം തുടർച്ചയായിട്ട് വാങ്ങിയാൽ 5-ാമത്തെ മാസം നമുക്ക് 3000 രൂപയുടെ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഉൽപ്പന്നത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥാപനം ആണെങ്കിൽ പോലും നമ്മൾ ആ ഉൽപ്പന്നം നമ്മൾ വാങ്ങി ഉപയോഗിച്ച ശേഷം നമുക്കത് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നം നമ്മൾ തിരിച്ചു വയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നം ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് പ്രോഡക്റ്റിന് ഗ്യാരണ്ടി ഉണ്ട്. കാരണം ഈ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് 30% ഉപയോഗിച്ച ശേഷവും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വെസ്റ്റീജിലേക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അത്രമാത്രം ഗ്യാരണ്ടിയാകുന്ന 100% ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വെസ്റ്റീജ് നൽകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു 3000 രൂപയ്ക്കുള്ള ഉൽപ്പന്നം വെസ്റ്റീജിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു 3000 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് 3600 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. MRP 3600 രൂപയുടെ ഉൽപ്പന്നമാവും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു 600 രൂപ നമുക്ക് സേവിങ്സാണ്, പ്രോഫിറ്റാണ്. കൂടാതെ നമുക്കൊരു 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെ ഒരു 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. കൂടാതെ ക്യാഷ് ബാക്ക് ആയിട്ട് ഏകദേശം ഒരു 100 മുതൽ 150 രൂപയോളം നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. അത് നമ്മൾ 4 മാസത്തേക്ക് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 4 മാസവും ഇതേ ഓഫറുകൾ, ഇതേ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 4 മാസം തുടർച്ചയായിട്ട് ചെയ്തത് പ്രകാരം ഒരു കൺസിസ്റ്റൻസി ഓഫർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് 5-ാമത്തെ മാസം നിങ്ങൾക്ക് ഒരു 3000 രൂപയുടെ MRP ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ മുടക്കിയത്, നമ്മൾ 4 മാസം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് 12,000 രൂപയാണ്. പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടിയത് കൺസിസ്റ്റൻസി ബെനിഫിറ്റ് അടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് തിരിച്ച് കിട്ടിയ ബെനിഫിറ്റ് 7,200 നമുക്ക് ഏത് ഷോപ്പിൽ നിന്നാണ് ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുക? ഒരു 12,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 7,200 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഏത് ഷോപ്പാണ് നമുക്കുള്ളത്? അത് വെസ്റ്റീജ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇനി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും വെസ്റ്റീജിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത്. നിങ്ങളൊരു പേഴ്സണൽ ഷോപ്പിംഗ്, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു 3000 രൂപയ്ക്കുള്ളത് വെസ്റ്റീജിൽ നിന്ന് നിങ്ങൾ വാങ്ങിയെന്ന് കരുതുക. നിങ്ങൾക്ക് ഏകദേശം ഒരു 50%-ഓളം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾ ഇഷ്ടപ്പെട്ടു. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു മൂവി കണ്ടു നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ആ മൂവി കണ്ടു നമ്മളത് ഇഷ്ടപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആളുകൾ ആ മൂവി കാണാൻ പോകുന്ന സമയത്ത് ആ തിയേറ്റർ ഉടമയോ അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ നിർമ്മാതാവോ നമ്മൾക്ക് പണം തരികയാണ്. ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആളുകൾ എത്തിക്കുമ്പോൾ നമുക്കൊരു കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റായിട്ടോ നമുക്ക് പണം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കൂടുതൽ പേരിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ആ സിനിമ മോശമാണെങ്കിൽ പോലും നമ്മളത് മറ്റുള്ളവരോട് കാണാൻ വേണ്ടി ആവശ്യപ്പെടും.
പക്ഷേ ഇവിടെ നല്ല ഉൽപ്പന്നങ്ങളാണ് വെസ്റ്റീജ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ആദ്യം ഉപയോഗിക്കുക. നമ്മളിത് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കൂടി, അഡീഷണൽ ബെനിഫിറ്റ് കൂടി കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാമെങ്കിൽ, നിങ്ങളൊരു 10 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങളൊരു 3000 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി, നിങ്ങൾ 10 പേർക്ക് ഷെയർ ചെയ്തു. 10 പേര് 3000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ടേൺ ഓവർ ജനറേറ്റ് ചെയ്യും. ഏകദേശം ഒരു 30,000 രൂപയുടെ ടേൺ ഓവർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നുണ്ടാവുക. അതിൻ്റെ ഒരു 10% തിരിച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പോലും ഒരു 3000 രൂപയെ ഒരു ഇൻകമായിട്ട് നിങ്ങൾക്കിത് തിരിച്ച് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു 3000 രൂപ ഇൻകം കിട്ടുന്ന സമയത്ത് നിങ്ങളെ സമയമൊന്നും നോക്കാതെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുതന്നെയായാലും അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റെക്കമെൻഡിലൂടെ നിങ്ങൾ ഈ ഒരു പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 3000 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ മുഖേന വന്ന ഈ 10 പേരും വെറുതെ ഇരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾക്കൊരു 3000 രൂപ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരും ഇത് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ആ 10 പേർക്ക് വെച്ച് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ 100 പേര്, ആ 100 പേര് 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാമെങ്കിൽ ടോട്ടൽ അതോടെ 3 ലക്ഷത്തിൻ്റെ ടേൺ ഓവറായി. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ അവിടെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു 10% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഏകദേശം 30,000 രൂപയോളം നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് 30,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഈ 100 പേര് വെറുതെ ഇരിക്കില്ല. അവരും എന്ത് ചെയ്യും, ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യും. ആ 100 പേര് 10 പേർക്ക് ഷെയർ ചെയ്ത് പോകാൻ അവിടെ 1000 പേരായി. 1000 പേര് 3000 രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു 30 ലക്ഷത്തിൻ്റെ ടേൺ ഓവറാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 30 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ അവിടെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10% നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഒരു മാസം നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നിറവേറ്റാൻ സാധിക്കും. കാരണം നമുക്ക് നല്ല ലക്ഷറി വീട് വയ്ക്കാം, നമുക്ക് ലക്ഷറി കാറ് വാങ്ങാം, നമുക്ക് വിദേശ യാത്രക്ക് നിരന്തരം പോകാൻ സാധിക്കും, ജ്വല്ലറികൾ ഫാമിലിക്ക് സ്ഥിരമായിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയേണ്ടി വരില്ല. നമുക്ക് ടൈം ഫ്രീഡം നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതാവും ഇതൊക്കെ നടക്കുമോ എന്നുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇത്ര ആളുകൾ വന്നു, ഇനി വേണ്ട, ഇത്രയും ആളുകൾ വേണ്ട. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ 1000 പേരാണ്. അപ്പോൾ 1000 പേര് വേണ്ട, അതിൻ്റെ പകുതിയേ നമ്മളിതിൻ്റെ പകുതിയേ നടന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ 3 ലക്ഷം 1.5 ലക്ഷം നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ പകുതിയെ നടന്നുണ്ടെങ്കിൽ ഒരു 75,000 രൂപ നമുക്ക് കിട്ടും. അതിൻ്റെയും പകുതിയാണെങ്കിലോ നമുക്ക് ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എങ്ങനെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്കത് ലാഭമാണ്. കാരണം ഇവിടെ നമ്മളൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സമയം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ ആകെ ചെയ്യുന്നത് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു. ആ വാങ്ങി ഉപയോഗിച്ച ഉൽപ്പന്നം നല്ലതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതോടെ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഭാവിയാണ് നമ്മളെ മുമ്പിലുള്ളത്. ഇത്രയും കാലം നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ വാങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കുറച്ച് കാലമെങ്കിലും നിങ്ങൾക്ക് ബെസ്റ്റിൽ നിന്നൊന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി നോക്കിക്കൂടാ? നിങ്ങളുടെ ലൈഫൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞുകൂടാ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വിഷ് യു വെൽത്ത്. താങ്ക് യു.